കൈയും കെട്ടി എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്? ഓ, നാത്തൂനെ പറഞ്ഞ അത്ര പിടിച്ചില്ലല്ലയോ? പിടിച്ചില്ല. പിടിച്ചില്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും. മിക്കവാറും ആ കൊച്ചു കൊണ്ടേ കേസ് കൊടുക്കും. എങ്ങാനും കേസ് കൊടുത്താലേ പടവലവും ചോനർത്തലയൊക്കെ കോടതി കയറി ഇറങ്ങാൻ റെഡി ആയിക്കോ. എന്താ നോക്കണം? എന്റെ അമ്മൂമ്മ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ്ങാ. ആ കൊച്ചിനെ മാനസികമായി പീഡിപ്പിക്കണമെന്നും പറഞ്ഞ് കേസ് കൊടുത്താണ്ടല്ല പടവലത്ത് വെറുതെ നിന്ന് കിളക്കണല്ലേ ഒരാൾ. അപ്പൂപ്പൻ വരെ അകത്താവും. പിന്നെ ഇച്ചിരി പുളിക്കും. അവരുടെ പണത്തിന്റെ ഹുങ്കൊക്കെ അവരുടെ കൈ വെച്ചിരുന്നാ മതി. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പറഞ്ഞല്ലോ അവർ വലിയ കുടുംബത്തിലേക്കാണ്, എന്നിട്ട് അതിന്റെ കഴുത്തെ നല്ലൊരു മാല പോലും ഇല്ലല്ലോ, ഒരു നൂല് പോലൊരു മാലയല്ലോ എന്റെ കഴുത്തെ കിടക്കുന്നേ. ആ കൊച്ചിന് സ്വർണ്ണമൊന്നും ഇട്ട് കിടക്കാൻ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നും അല്ല അമ്മൂമ്മ. അല്ലെങ്കിൽ തന്നെ അമ്മൂമ്മ എന്തിനാ അമ്മൂമ്മയുടെ കുടുംബ മഹിമ ആ കൊച്ചിനടുത്ത് പറയാൻ പോയത്? അയ്യോ, കേൾക്കാൻ ഒരു രസമില്ല കേട്ടാ. രസം മാത്രമല്ല, ഭയങ്കര ബോറടി. ഞാൻ പറഞ്ഞോണ്ടിരിക്കും. ഞാനേ മരിക്കുന്നത് വരെ പറയും. അതെ, അതിന് നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നും ഇല്ലല്ലോ. പറഞ്ഞോണ്ടിരുന്നോ? എന്നിട്ട് എന്താ കാര്യം? ചെറുമക്കളും ദേ വാടക വീട്ടിലും. ലച്ചു, നീ എന്നെ ഓടിക്കാൻ തയ്യാറായി നിൽക്കുവാന്നോ? ഇവിടെ അച്ഛനെയും കാണാനില്ല, അമ്മയ്ക്കും വയ്യാണ്ടായി. ഇത് കുടുംബ മഹിമയും പറഞ്ഞോണ്ട് നടക്കും. എടി, നീ എനിക്ക് അഹങ്കാരത്തിനൊട്ടും കുറവില്ലെന്ന് പറയാൻ വന്നല്ലോടി. അങ്ങനെ തന്നെ പറയാൻ വന്നത്. അണ്ടേ, കൂടുതൽ വർത്താനം പറയാൻ നിൽക്കല്ലേ, ശരിപ്പെടുത്തി കളയും ഞാൻ കേട്ടോ. എന്റെ കുടുംബക്കാരുവേ എന്നോട് ഒന്നും പറയത്തില്ല. എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. പേടിയില്ലാത്ത ഒരാളെ ഉള്ളൂ, അത് നീയാ. എനിക്ക് പേടിയില്ലാത്ത എന്താണെന്നറിയോ? എല്ലാരും പറയും എനിക്ക് ഭവാനി അമ്മയുടെ അതേ പകർപ്പാണെന്ന്. രണ്ടുപേരും ഒരുപോലെ ഇരിക്കും. എന്തുവാ ഇവിടെ ആര് വന്നാലും വഴക്കാന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വിഷ്ണു വരുമ്പോ പറയാം. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാം. അപ്പൊ എല്ലാവർക്കും സമാധാനമാവുമല്ലോ. ബാലുച്ചൻ തിരിച്ചു വരികയും ചെയ്യും. അമ്മൂമ്മ വന്ന് ചേച്ചിയും ചേട്ടനെ ഓടിച്ചെന്ന് പറയും. അത് തന്നെ. നീ എന്നെ പറപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? വേണ്ട, വിഷ്ണു വരുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. അവൻ എന്നോട് വിരോധമാവും. എടോ, അമ്മൂമ്മ ഇങ്ങനെയൊക്കെ തന്നെയാ. അമ്മൂമ്മ പുറമെ ഇങ്ങനെയൊക്കെ പറയണമെന്നേ ഉള്ളൂ. ഉള്ളിലുണ്ടല്ലോ ഭയങ്കര ശുദ്ധമാണ്. പാവോ ഞങ്ങളുടെ അമ്മൂമ്മ. ആദ്യം കണ്ണീര് കണ്ടോണ്ടിരിക്കാന്ന് ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് പറ്റൂല. അല്ല അമ്മൂമ്മ? എന്റെ അമ്മൂമ്മ കരയും. എന്തോന്ന് കാര്യം? ഇയാൾക്ക് സംശയം ഉണ്ടോ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം, അതുപോലെ ചെയ്യൂ. എന്തോന്ന് കാര്യം? ചുമ്മാ അല്ല അമ്മൂമ്മ, ചേച്ചി പറയട്ടെ. താണ്ടല്ലോ അമ്മൂമ്മയുടെ അടുത്ത് നൈസായിട്ട് പോയിട്ട് സ്നേഹത്തോടെ അമ്മൂമ്മേന്ന് വിളിച്ചോണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കിക്കേ, അവിടെ തീരും ഞങ്ങളുടെ അമ്മൂമ്മ. ലച്ചുവേ, മിണ്ടായില്ല അമ്മൂമ്മ. എടോ, ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് കെട്ടിപ്പിടിച്ചേ. എന്തുവാ താനീ പറയുന്നേ? നോക്കിക്കൊണ്ടിരിക്കാതെ പോയി കെട്ടിപ്പിടി. അച്ഛനെങ്കിൽ ഒരു ഉമ്മയും കൂടെ കൊടു. ചെല്ലെ പോയി കെട്ടിപ്പിടിക്കേ, ചെല്ലെ പോ. ഞാൻ പാവമല്ല, ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്. ഇവരുടെ വാക്കും കേട്ടോണ്ട് എന്റെ അടുത്ത് വന്നാ ഞാൻ നല്ല അടി വെച്ചു തരും. അമ്മ അടിക്കുവോ? എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. എടോ, പൊടി കെട്ടിപ്പിടിക്കടോ. ലച്ചു, കുട്ടികളി കളിക്കല്ലേ. ചുമ്മാ പേടിപ്പിക്കല്ലേ അമ്മൂമ്മ. ചേച്ചി പോയി കെട്ടിപ്പിടി ചേച്ചി. ഓടോ. ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവര് എന്നെ കെട്ടിപ്പിടിക്കണ്ട കേട്ടല്ല. നല്ല ചാൻസ് ആയിരുന്നു, മിസ്സായി. എടാ ഒന്നും വേണ്ടടോ. അതൊക്കെ വേണോടോ, താണിങ് വന്നേ. നടക്കുവാറു. അമ്മുമ്മേ, അമ്മുമ്മേ, ഇവിടെ ഇല്ലേ അമ്മുമ്മേ? അതെ, ഇതൊന്നും വേണ്ട, എനിക്ക് പേടിയാവുന്നു. അത് താൻ എന്തിനാ കിടന്ന് പേടിക്കണേ? ഇനി അഥവാ ചേച്ചി അടിച്ചാൽ ഞങ്ങൾ ഓടിക്കളി. ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങളെല്ലാരും എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? അല്ല, അമ്മുമ്മ ഇത് എങ്ങോട്ടാ ഓടിപ്പോന്നെ? ലച്ചു എന്റെ കയ്യിന്ന് മേടിക്കും കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുഴപ്പമില്ല, എന്തായാലും കുറച്ചായി അമ്മുമ്മയുടെ രണ്ടെണ്ണമൊക്കെ കിട്ടിയിട്ട്. ലച്ചൂസേ, ഞാൻ പോണേ. താൻ അവിടെ നിക്കടോ. താൻ പോയി കഴിഞ്ഞാണ്ടല്ലോ താനായിട്ടുള്ള എല്ലാ കണക്ഷനും ഞാൻ വിടും. ഞാനും വിടും. ലച്ചു, നിനക്കിപ്പോ എന്തോ വേണം? അമ്മുമ്മേ, ഈ കുട്ടി ഭയങ്കര പാവാ, എന്നെക്കാളും പാവാ. അതിന് നീ പാവമല്ലല്ലോ. ഞാനിപ്പോ പാവം അല്ലെങ്കിൽ പാവമല്ല, പക്ഷെ ഈ കുട്ടി ഭയങ്കര പാവാ അമ്മുമ്മേ. ഇനിയിപ്പൊ അമ്മൂമ്മയ്ക്ക് ഈ കുട്ടിയുടെ വീട്ടുകാരോട് മിണ്ടാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടണ്ട. അവരുടെ വീട്ടുകാർ അങ്ങനെ ആയി പോയിപ്പോ ഈ കൊച്ചു എന്ത് തെറ്റ് ചെയ്ത അമ്മൂമ്മ? എന്റെ വീട്ടുകാർ എങ്ങനെയായി പോയിന്ന്? എടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളടോ. എനിക്ക് ഈ കൊച്ചിന്റെ വീട്ടുകാരോട് ഒരു വിരോധവും ഇല്ല. അതിന് അവരെന്തോ പഴിച്ചു? ഈ കൊച്ചല്ലേ എന്റെ കുട്ടിയെ തട്ടിയെടുത്തത്. ഇനി ഞാൻ ആരും തട്ടിയെടുത്തിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ കുട്ടിക്ക് എന്താ അമ്മൂമ്മ കുഴപ്പം? എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, കാണാൻ നല്ല ഭംഗിയില്ലേ? നോക്കിക്കേ, കാണാൻ കൊള്ളാം. കാണാൻ നല്ല ഭംഗിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബം, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഇതിനപ്പുറം വേറെ എന്ത് വേണോ അമ്മൂമ്മ? ആരും ഇല്ലാത്ത സമയം നോക്കിയേ നീ എന്നെ തട്ടിക്കളിക്കാൻ നോക്കുവാന്നോ? അങ്ങനെ വീഴുന്നോളല്ല ഈ ഭവാനി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കുട്ടിക്ക് അമ്മൂമ്മയില്ല. അല്ല, എനിക്ക് മിണ്ടരുത്. അല്ല, സ്വന്തം അമ്മൂമ്മനെ പോലെ അമ്മൂമ്മനെ കണ്ടൊന്ന് കെട്ടിപ്പിടിക്കുന്നതിന് എന്താ അമ്മൂമ്മ തെറ്റ്?
ഞാനൊരു തെറ്റും കാണുന്നില്ല. നിന്നെ ഞാൻ പടവലത്ത് കൊണ്ടുപോയേ നെല്ലറയിൽ അടച്ചിടും. സമയത്തിന് ആകാതെന്നാണ് അമ്മൂമ്മ. ഇത്രയും പറഞ്ഞിട്ട് താൻ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? തനിക്ക് ഞങ്ങളുടെ അമ്മൂമ്മനെ കെട്ടിപ്പിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമ്മൂമ്മന് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമായി. ആ പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിപ്പിടിക്കണോ? എന്നെ ആരും ഇഷ്ടപ്പെടുകയും വേണ്ട, കെട്ടിപ്പിടിക്കാൻ വേണ്ട. ആഹാ, നമ്മളെ ആർക്കും ഇഷ്ടപ്പെടണ്ടാന്നേ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ അമ്മൂമ്മേ? ലച്ചു, നീയാണപ്പൊ ഇതിന്റെ സൂത്രധാരി അല്ലയോ? എന്തിന്റെ കെട്ടിപ്പിടിക്കണേന്റെയോ? ബാലു എന്തെങ്കിലും വിളിക്കോ വരികയോ ചെയ്താൽ ഞാൻ പറയും നീ എന്നെ തട്ടിക്കളിക്കാൻ നോക്കിയെന്ന്. വയസ്സായി വരുന്നത് കൊണ്ട് നിനക്ക് ഒരു വിലയില്ലെന്നേ ഇല്ലയോ? അമ്മൂമ്മയ്ക്ക് വയസ്സായില്ലേ? മിണ്ടായി വെച്ചേ. അവളും ചേച്ചിയും കൂടെ എന്നെ കെട്ടിപ്പിടിപ്പിക്കാൻ നോക്കുക. അമ്മൂമ്മ ഒരു കാര്യം ചെയ്, എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്. എന്നിട്ട് പറ അമ്മൂമ്മയ്ക്ക് ഈ കുട്ടിയോട് ദേഷ്യമാണ്, വെറുപ്പാണ്, വൈരാഗ്യമാണെന്നൊക്കെ. തലയിൽ തൊട്ട് സത്യം ചെയ്. ഞാൻ ആരുടെയും തലയിലൊന്നും തൊട്ട് സത്യം ചെയ്യത്തില്ല. അതുമ്മ എടോ, ഇത്രയും പറഞ്ഞിട്ടും തനിക്ക് അമ്മൂമ്മേനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നുള്ളേ? കെട്ടിപ്പിടിക്കാണ് ചേർത്ത് പിടിച്ചത്. അത് മതിയല്ലോ അമ്മൂമ്മ. അതിന് കുഴപ്പമൊന്നുമില്ല. അത് രണ്ടും ഒന്നില്ലയോ? എടോ, ഇത്രയും പറഞ്ഞിട്ട് തനിക്ക് പറഞ്ഞേ കേൾക്കാൻ വയ്യ. പോടോ, പോയി കെട്ടിപ്പിടിക്കണോ? സോറി അമ്മൂമ്മ. ഫോൺ കണ്ടടിക്കുന്നു. അയ്യോ, അപ്പൂപ്പനാന്നല്ലോ.